പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് അടുക്കളയിലെ രഹസ്യം എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഏവർക്കും പ്രിയപ്പെട്ട വളരെ രുചികരമായ പച്ചമാങ്ങയും ഉണക്ക കൊഞ്ചുമിട്ട അടിപൊളി തോരൻ. കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഉണക്ക കൊഞ്ചും പച്ചമാങ്ങയും ഇട്ട തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു മുറി തേങ്ങ, ഒരു പിഞ്ച് ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് എരിവിനനുസരിച്ച് നമ്മുടെ കാന്താരി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 പീസ് കുടംപുളിയാണേ. അത് മാങ്ങ ഇടുന്നത് കൊണ്ട് കുടംപുളിയുടെ ആവശ്യം കുറവായതുകൊണ്ട് അത്രയും മതി. ഒരു തണ്ട് കറിവേപ്പില, ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ താളിച്ചിടാനായിട്ട് ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില ഒരു തണ്ട്, ചന്തമുളക് 1, പിന്നെ 50 ഗ്രാം ഉണക്കക്കൊഞ്ച്. ഇത് തലയൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറിയൊരു പച്ചമാങ്ങ ചെറുതായിട്ട് നീളത്തിൽ ചീകി അരിഞ്ഞത്. അപ്പൊ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. അപ്പൊ നമ്മള് സ്റ്റൗ കത്തിച്ചു, ഒരു ഫ്രൈ പാൻ അടുപ്പിലേക്ക് വെച്ചു. ഫ്രൈ പാൻ ചൂടാവുന്നതിനനുസരിച്ച് ചെറിയ ചൂട് മതി. നമ്മുടെ കൊഞ്ച് അതിലേക്ക് ഇട്ടു. നമുക്കൊന്ന് വറുത്തു കൊടുക്കാം. എണ്ണയൊന്നും ചേർക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. കരിഞ്ഞു പോകാതെ വളരെ ശ്രദ്ധിക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മുടെ കൊഞ്ച് പരുവത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കൊഞ്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പം ഈ വറുത്തെടുത്തതിന് ശേഷം മാത്രമേ കഴുകിയെടുക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ കഴുകി കഴിഞ്ഞാൽ ഇതങ്ങ് കുതിർന്നു പോകും. പിന്നെ വറുത്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിതാ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വരാം. അപ്പോൾ ഇതാ നമ്മുടെ വറുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കൊഞ്ച് നമുക്കിനി ഈ ഇടികല്ലിലേക്ക് ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മാങ്ങയും ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. രണ്ടും ചെറിയ രീതിയിൽ ചതച്ചാൽ മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ടേസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കറിയിൽ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ ചെമ്മീൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങയും ചെറിയ രീതിയിൽ ഒന്ന് ചതച്ച് വെച്ചു. അപ്പൊ ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരപ്പിന് വേണ്ട സാധനങ്ങളൊന്ന് ചതച്ചെടുക്കാം. അപ്പൊ നമ്മൾ തോരൻ തയ്യാറാക്കാനായിട്ട് സ്റ്റൗവിലേക്ക് ഒരു ചട്ടി വെച്ചു. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. 1/4 ടീസ്പൂൺ കടുകിട്ടു. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കറിവേപ്പിലയും ചന്തമുളകും അതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ചേർക്കാനുള്ള നമ്മുടെ കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുത്ത് മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ പകുതി മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാടിട്ട് മൂപ്പിക്കാൻ വേണ്ടി നിൽക്കരുത്. ഈ ഒരളവിൽ മൂത്ത് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ അരപ്പ് അതിലേക്ക് ചേർക്കാം. അപ്പൊ നമ്മൾ അരപ്പ് ചേർത്തു ഒരു മിനിറ്റ് അതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ആ പച്ചമണം ഒന്ന് മാറാനായിട്ടാണ്. തേങ്ങയുടെയും കാന്താരിയുടെയും ഒക്കെ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടി 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ആ ആവിയിൽ ആ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ 2 കഷ്ണം പുളി ഉണ്ടായിരുന്നു. അത് ഞാൻ ഒന്നുകൂടി ചെറുതാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഒപ്പം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടേ. അപ്പോൾ ഈ ആ ഉപ്പും പുളിയും ഒക്കെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി ഒരല്പസമയം നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇതാ എല്ലാം കൃത്യമായിട്ട് ഉപ്പും പുളിയും ഒക്കെ അതിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ ഉണക്ക കൊഞ്ചും പച്ചമാങ്ങയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചതച്ചു വെച്ച മാങ്ങയും കൊഞ്ചും ചട്ടിയിലേക്ക് ചേർത്തു. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. കാരണം ഇതൊന്ന് ആവി കയറാനായിട്ടുള്ള വെള്ളം അടിക്ക് പിടിക്കാതെ ആവി കയറാനായിട്ട് ഒരു 2 സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. നന്നായി ഇളക്കി കൊടുക്കണം. ഇളക്കി എല്ലാ സംഭവങ്ങളും ഒന്നിച്ച് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് തല്ലിപ്പൊത്തി റെഡിയാക്കി അടച്ച് ഒരു 3 മിനിറ്റ് നേരം വേവിക്കണം. ഇതിനകത്ത് വേവാനായിട്ട് ആ മാങ്ങ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇതിനകത്ത് ഇറങ്ങി, ആ മാങ്ങയുടെ പുളി കൊഞ്ചിൻ്റെ ടേസ്റ്റൊക്കെ ഇറങ്ങി വരാനായിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. പച്ചമാങ്ങയും ചേർത്ത തോരൻ രുചികരമായി റെഡിയായി വന്നിട്ടുണ്ട്. ചോറിനൊപ്പം ഇത് വളരെ ടേസ്റ്റിയാണ്. സമയം പോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.